റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ക്രിസ്പി ഫ്രൈഡ് ചിക്കനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാനൊരു 4-5 കഷ്ണം ചിക്കൻ പീസ് എടുത്ത് നന്നായിട്ട് വരഞ്ഞ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ വരഞ്ഞ ചിക്കനിലേക്ക് ഒരല്പം ഉപ്പുപൊടി, വളരെ കുറച്ച് ഉപ്പുപൊടി ഒന്ന് വിതറിയിട്ട് അതിൻ്റെ ഗ്യാഷസിലേക്ക്, അതായത് വരഞ്ഞിരിക്കുന്ന ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ചെല്ലാൻ ഭാഗത്ത് നിന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. വളരെ കുറച്ച് മതി, കാരണം നമ്മൾ പിന്നീട് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി എടുക്കുന്നത് ഒരു 1.5 കപ്പ് ബട്ടർ മിൽക്കാണ്, അതായത് മോര്. അധികം പുളിയില്ലാത്ത മോര് മതി. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കടുക് പൊടി, പിന്നെ കസൂരി മേത്തി കുറച്ചൊന്ന് കൈകൊണ്ട് തിരുമ്മിയിട്ടിടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ മുളക് പൊടി. നമ്മളിവിടെ കാശ്മീരി ചില്ലി ചേർക്കുന്നില്ല, കാരണം അധികം കളറില്ലാത്ത ചിക്കനാണിത്. പിന്നെ 1 കപ്പ് മൈദയാണ് ഇപ്പോൾ ഞാൻ ഇട്ടത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചാട്ട് മസാലയും കൂടി നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട കെട്ടാതെ മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. അത് ആദ്യം ഇട്ടാലും മതി, ഞാനത് വിട്ടുപോയിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എടുത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ളൊരു മാരിനേഷനാണത്, മിക്സാണത്. അത് കുഴപ്പമില്ല, അങ്ങനെയാണ് വേണ്ടതും. കാരണം നമ്മൾ ബട്ടർ മിൽക്കാണല്ലോ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച്, ഒന്ന് കുഴച്ച് പിടിപ്പിച്ച്, പിന്നെ അത് 1 മണിക്കൂർ ഞാൻ പുറത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു 5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തുടങ്ങണം. ഒരു 5 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പരിപാടി നോക്കാം. അതിനായിട്ട് വീണ്ടും ഞാൻ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1-1.5 എടുക്കാം ആവശ്യാനുസരണം. അതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഈ മിക്സിന് പാകത്തിന് ഉപ്പിടുന്നുണ്ട്. കുറച്ച് കസൂരി മേത്തിയും ഒറിഗാനോയും കൂടി ഇടുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമുക്കൊരല്പം ചാട്ട് മസാലയും കൂടി ചേർക്കാം. അത് മാരിനേഷനിലും ചേർക്കാം, ഇതിലും ചേർക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണത്. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമ്മൾ എടുക്കുന്നത് കുറച്ച് ഐസ് വെള്ളമാണ്. അതിലേക്ക് ഇപ്പം ഞാനിപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്, 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എടുത്ത് ഈ പൊടിയിൽ, ഈ മിക്സിൽ നമ്മൾ നന്നായിട്ട് മുക്കിയെടുക്കുകയാണ്. മുക്കിയാൽ മാത്രം പോരാ, നന്നായിട്ട് പ്രസ് ചെയ്യണം. കൈകൊണ്ട് നല്ലതായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ഓരോ അംശത്തിലും ഈ പൊടി നന്നായിട്ട് ചെല്ലണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എൻ്റെ വരയൽ ഭാഗത്തൊക്കെ നല്ലോണം പൊടി ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. നമ്മളിത് ഡബിൾ കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ കോട്ടിങ് കഴിഞ്ഞു. എന്നിട്ട് ഇത് നേരെ ഐസ് വെള്ളത്തിലേക്ക് മുക്കുക. ഒരു കയ്യിലുപയോഗിച്ച് നമുക്ക് ഇത് മുക്കി കോരിയെടുക്കാം. ഇപ്പം അതിൽ നിന്ന്
ഈ മുക്കി കോരി എടുത്തത് വീണ്ടും നമ്മൾ ഈ മിക്സിൽ ഡിപ്പ് ചെയ്യാണ്. ഇപ്രാവശ്യം പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പൊടിയിട്ട് നന്നായിട്ട് തൂവുക, പൊടി നന്നായിട്ട് മുക്കിയെടുക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. ഇപ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്യുന്നില്ല. നന്നായിട്ട് കുടഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം അത് ഫ്രൈ ചെയ്യാനായിട്ട്, ഈ പീസ് ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയായി. ഇനി ബാക്കി വെച്ചിരിക്കുന്ന ഓരോ പീസും നമുക്ക് ഇതുപോലെ ഡബിൾ കോട്ടിംഗ് കൊടുത്ത് റെഡിയാക്കി വയ്ക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പാത്രത്തിൽ സൺഫ്ലവർ ഓയിലാണ് നല്ലത്. കാരണം വെളിച്ചെണ്ണയ്ക്കൊരു കേരള ഫുഡിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു മണം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മണമില്ലാത്ത സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഓരോ പീസായിട്ട് ഡിപ്പ് ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 8-9 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. മീഡിയം, ഇടയ്ക്ക് സിമ്മാക്കാം, എന്നാലും കൂടുതലും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 8-9 മിനിറ്റോളം ഓരോ പീസും നമ്മൾ വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് 9 മിനിറ്റൊക്കെ ആകാറായിട്ടുണ്ട്. തിരിച്ച് മറിച്ചു വിടുക. നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തിരിച്ച് മറിച്ചു വിടുക. ഇനി അത് സാധാരണ പോലെ കോരിയെടുക്കുക. അതിൻ്റെ ഓയിൽ ഡ്രിപ്പ് ചെയ്ത് പോകാൻ പാകത്തിന് കുറച്ച് മാറ്റി വെച്ചിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. അതിൻ്റെ ഒരു കഷ്ണം ഒന്ന് മുറിച്ച് കാണിക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ പോലെ തന്നെ, അതുപോലെ തന്നെ ടേസ്റ്റും അതുപോലെ തന്നെ അപ്പിയറൻസുമാണ്. അതിൻ്റെ കാഴ്ചയിലും അതുപോലെ തന്നെയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉൾഭാഗം. ഇത് പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു എന്നുള്ളൊരു ക്യാൻഡിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.